ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് എപ്പിസോഡ്. മംഗല്യത്താലി എടുത്തു കൊടുക്കുന്നതിലുമുണ്ട് ഒരു അന്തസ്. സത്യാമ്മ മുന്നിൽ നിന്ന് താലി എടുത്തു കൊടുത്തിട്ടുള്ള ഒരു കല്യാണവും പാഴായി പോയിട്ടില്ല. അതൊരു ഐശ്വര്യം തന്നെ എന്നൊക്കെ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ അങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയാണ് സത്യാമ്മ. അപ്പോഴേക്കും നമ്മുടെ ശാലിനിയും പോലീസും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സത്യാമ്മയുടെ കയ്യിൽ നിന്ന് വരന്മാർ താലി വാങ്ങി വധുവിനെ അണിയിക്കാൻ പോകുന്ന സമയത്ത് ശാലിനി ഈ വിവാഹം നടത്താൻ പറ്റത്തില്ല എന്നും പറഞ്ഞു വരികയാണ്. ശാലിനിയെ കണ്ടതും സത്യാമ്മയ്ക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടാക്കാനാണ് വന്നിരിക്കുന്നതെന്ന്. സത്യാമ്മ ഉടനെ ശാലിനിയെ കളിയാക്കിക്കൊണ്ട്, ഞങ്ങൾ ഇവിടെ 4 പെൺകുട്ടികളുടെ വിവാഹമാണ് നടത്തുന്നത്, ഞങ്ങൾ ഇങ്ങോട്ട് വിഐപികളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല. ശാലിനി പറയുന്നു, കല്യാണം കൂടാനോ ക്ഷണം സ്വീകരിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ വന്നത്. ഈ കല്യാണത്തിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇതിലാരാണ് സച്ചിൻ എന്ന് ചോദിക്കുമ്പോൾ വരന്മാരിൽ ഒരാൾ ഞാനാണെന്ന് പറഞ്ഞ് വിറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നത് ആർക്കും കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് ശാലിനി അവരോട് പറയുകയാണ്, ഇവൻ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ വിവാഹ നിശ്ചയം നടത്തിയിട്ട് അവൻ അവളുമായി പലയിടത്ത് കറങ്ങി നടന്നിട്ട് അവളുടെ വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്തിട്ട് ഇവിടെ ഒന്നും അറിയാത്തതുപോലെ മറ്റൊരു പെൺകുട്ടിയെയും കൂടി 5 പവനും 50,000 രൂപയും വാങ്ങി ചതിക്കാൻ വന്നിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. ആ കല്യാണ പെണ്ണാണെങ്കിൽ പാവം കരച്ചിലോടെ കരച്ചിൽ. ഇതൊക്കെ സത്യമാണോ എന്ന് തിരക്കുമ്പോൾ ആ ചെറുക്കൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശാന്തയുടെ ചെറിയമ്മയുടെ മോളുമായി ആ ചെറുക്കനെ കൊണ്ട് താലി കെട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യാമ്മയ്ക്ക് വലിയ നാണക്കേടായി. കാരണം ശാലിനി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സമൂഹ വിവാഹം നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിക്ക് തിരക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. ശാലിനി ഇത് പറഞ്ഞതുകൊണ്ട് സത്യാമ്മയുടെ തൊലി ഉരിഞ്ഞതുപോലെയായി. കിട്ടിയ അവസരം പാഴാക്കാതെ സത്യാമ്മ ആളുകളുടെ മുന്നിൽ വെച്ച് സത്യാമ്മ ശാലിനിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും അത്ര പുതിമാർച്ചയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ച് കുസൃതികൾ കൂടുതലാണ്. അവരൊക്കെ അങ്ങനെ കറങ്ങിയെന്നും എന്നൊക്കെ അങ്ങനെ ഇരിക്കും. ഇവിടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്നതിൻ്റെ തെളിവുകൾ ഞാൻ നിരത്തണോ എന്ന് ശാലിനിയെ വല്ലാത്ത ഭാവത്തിൽ നോക്കി കളിയാക്കുന്നുണ്ട്. എന്നിട്ടും സത്യാമ്മ വിടുന്ന പാടില്ല. ശാലിനി, നിങ്ങളുടെ കുടുംബശ്രീ ഹോട്ടലിലെ പണിക്കാരിയുടെ മോളുടെ കല്യാണം നീ അങ്ങനെ ഭംഗിയായിട്ട് അങ്ങനെ വന്ന് നീ അങ്ങ് നടത്തി. അപ്പോൾ വധുവായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അത് സത്യമേ, എല്ലാവരും കൂടി ആലോചിച്ച് ഒരു നല്ല ചെറുക്കനെ കണ്ടെത്തി ആ കൊച്ചിൻ്റെ കല്യാണം നടത്താം. അത് ശരിയാണെന്ന് അവിടെ നിൽക്കുന്നവരും പറയുമ്പോൾ സത്യാമ്മ മനസ്സിൽ പറയുന്നു, എടി ശാലിനി, നീ എന്നോടാണ് കളിച്ചത്, നിന്റെ നെഞ്ച് പൊട്ടുന്ന ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞ് സത്യാമ്മ ഉടനെ പറയുകയാണ്, ഞാനൊരു ചെറുക്കൻ്റെ പേര് പറയാം, വിഷ്ണു. അത് കേൾക്കുമ്പോൾ ശാലിനി അങ്ങ് ഞെട്ടുകയാണ്. സത്യാമ്മ അത് കാണുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്, എൻ്റെ മകൻ വിഷ്ണു ഈ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടും. അത് മറ്റൊരു മുഹൂർത്തമൊക്കെ തീരുമാനിച്ചിട്ട് നടത്താമെന്ന് സത്യാമ്മ അവരുടെ മുന്നിൽ വാക്ക് കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് രാഘവേട്ടൻ, വിഷ്ണു, ശ്യാമ എല്ലാവരും കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അവരെല്ലാവരും കൂടി രാഘവേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരികയാണ്. പിള്ളയെ കണ്ടിട്ട് രാഘവേട്ടൻ ചോദിക്കുകയാണ്, എന്തായടോ തൻ്റെ കൊച്ചമ്മയുടെ സമൂഹ വിവാഹം എല്ലാം ഭംഗിയായിട്ട് നടന്നോ? പിള്ള പറയുക, അതാകെ പ്രശ്നമായോ? അതെന്താ? ശാലിനി കുഞ്ഞ് വന്ന് അതങ്ങ് മുടക്കി. ശാലിനി വന്നങ്ങ് മുടക്കിയോ? എങ്കിൽ അതിൽ എന്തെങ്കിലും കുഴപ്പം കാണും, അല്ലാതെ അങ്ങനെ വരില്ല. പിള്ള അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ രാഘവേട്ടനോടും വിഷ്ണുവിനോടും പറയുന്നുണ്ട്. അങ്ങനെ ഏതായാലും ആ കല്യാണം നടന്നല്ലോ. പിള്ളയുടനെ പറയുക, അല്ല ഇനിയല്ലേ പുകില് നടക്കുന്നത്. ആ വിവാഹം മുടങ്ങിപ്പോയ പെൺകുട്ടിയെ വിഷ്ണു കുഞ്ഞിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് സത്യാമ്മ ശാലിനി കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അവർക്ക് വാക്കു കൊടുത്തു. അത് കേട്ട് വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോയി. ഈ അമ്മ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്? എന്നോട് ചോദിക്കാതെ എൻ്റെ വിവാഹമോ?
ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയത് അമ്മയ്ക്ക് ഇനിയും മതിയായില്ല എന്ന ദേഷ്യത്തിൽ അമ്മേ എന്ന ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് ചോദിക്കുക, അമ്മേ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? എൻ്റെ കല്യാണം ഉറപ്പിച്ചോ? അത് പിന്നെ വിഷ്ണു, ഞാൻ അതങ്ങ് ഉറപ്പിച്ച് ശാലിനിയോട് പ്രതികാരം ചെയ്യാൻ. വിഷ്ണു ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് സത്യാമ്മ. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? ശാലിനി അത് മുടക്കുമോ എന്ന അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.